ഹലോ, ഇന്നൊരു പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും ഒഴിച്ച് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ പാസ്തയിലേക്ക് ചിക്കൻ വേണം. അതിന് ബോൺലെസ് ചിക്കൻ പീസസ് എടുത്ത് അതിലോട്ട് ഉപ്പും സോയ സോസും ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ പാസ്തയിലോട്ട് ഞാൻ ടൊമാറ്റോ സോസൊന്നും ഒഴിക്കുന്നില്ല. അതിന് പകരം ഞാനൊരു പാനിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒരു 3 വലിയ തക്കാളി എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കമഴ്ത്തി ഒലിവ് ഓയിലിട്ടൊന്ന് സോഫ്റ്റാക്കി കുറച്ച് നേരം അടച്ച് വെക്കുമ്പോഴത്തേക്ക് അതൊരു സ്മോക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു ഫ്ലേവർ വരും. ഇതിനടുത്തോട്ട് കുറച്ച് ഗാർലിക് ക്ലോവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേഗം വയ്ക്കാം. പാസ്തയിലേക്ക് മുട്ട വേണം, ഒരുപാട് വേണ്ട. ഒരു 2 മുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ചിക്കൻ കുറേ എടുക്കുന്നുണ്ട്, ഞാൻ 2 മുട്ട എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മുട്ടയൊക്കെ എടുക്കാം. നമ്മൾ വേകാൻ വേണ്ടി വെച്ച ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മേലുള്ള സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കണേ. നമ്മൾ തക്കാളി വേവിച്ച ആ ഓയിലിൽ തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബോൺലെസ് ചിക്കൻ പീസസ് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ടതായതുകൊണ്ട് അത് പെട്ടെന്ന് സോഫ്റ്റായി നല്ലതായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഒലിവ് ഓയിലിൻ്റെയും സോയ സോസിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റും നല്ലതാണ്. നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ചിക്കൻ ഭയങ്കരമായിട്ട് കുറേ നേരം ഇട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചിക്കൻ കുറച്ച് റബ്ബറി ആയി പോവേ. ഇനി വേറൊരു വലിയ പാൻ എടുത്തിട്ട് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് പാനിലോട്ട് നമുക്ക് ക്യാരറ്റും സവോളയും ഇട്ട് കൊടുക്കാം. എൻ്റെ മക്കൾക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും അധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ബീൻസും വേറെ ഒന്നും ഇടാത്തത്. പിന്നെ ഇത് രണ്ടും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇത് രണ്ടും ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നല്ല ചോപ്പ് ചെയ്ത ക്യാരറ്റും അണിയനും ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലോട്ട് നമുക്ക് ഉപ്പും കുറച്ച് സോയ സോസും ഇതിലോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയും കൂടെ ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. കുറച്ച് നേരം സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം വിട്ട് കിട്ടും. സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടൊമാറ്റോ ഫ്രൈ ചെയ്ത് വെച്ച് ടൊമാറ്റോ മിക്സിയിലിട്ട് കുറച്ചും വെള്ളം കൂടി ചേർത്ത് നല്ല അരച്ചെടുത്തതാണ്. അങ്ങനെ അരച്ചെടുക്കുമ്പം കഷ്ണമൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു, ആ ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കുമ്പം കുറച്ച് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ കുറേ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ടി വരും. ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിലോട്ട് നമുക്ക് പാസ്തയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കനും കൂടെ ഇട്ട് ചിക്കൻ ആ ഓയിലും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളമൊക്കെ കാണും, എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ആ ചിക്കനും പാസ്തയും സോയ സോസ് മുട്ട എല്ലാത്തിനും ചീസിൻ്റെ പിന്നെ ഒരു ചെറിയ ഫ്ലേവർ ബട്ടറിൻ്റെ ഫ്ലേവർ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അത് വലിയ പാടൊന്നുമില്ല. ആ ടൊമാറ്റോ ഒന്ന് ചെയ്യുന്നതേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ട്രൈ ചെയ്ത് നോക്കണേ.